കൊച്ചി അധികം എടുത്താൽ അത് പോവുക. വർക്ക് ഏരിയയുടെ ഒരപ്പരയുടെ ആ മോളില് ചിലപ്പോൾ വ്യൂവേഴ്സിൽ പലരുടെ വീട്ടിലും അത് ഉണ്ടാക്കണ്ടായിരിക്കും. അതായത് ഞാനൊന്നും അറിയണില്ല. അപ്പം അങ്ങനെയാണ് നമ്മുടെ പരിപാടികൾ. മുങ്ങിത്തപ്പൊന്നും വേണ്ട, ചെമ്മീൻ യഥേഷ്ടമുണ്ട് കേട്ടോ. പതുക്കെയാ പറയണേ, കാരണം ഒച്ച കേട്ട് കഴിഞ്ഞാൽ കിളി പറക്കും. ഞങ്ങളുടെ സർവീസ് വയറേൽ വീട്ടിലേക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് വീട്ടിലേക്ക് വലിക്കുന്ന സർവീസ് വയറേൽ എന്ത് കിളിയാന്ന് ഇവിടെ നിന്ന് നോക്കിയിട്ട് കാണാൻ മേലാട്ടോ. ഈ കറുത്ത നിറത്തിലുള്ള ഒരു കിളി വന്നിരിപ്പുണ്ട്. ആ കിളിയല്ലേടി നമ്മുടെ കറിവേപ്പയിൽ വന്നിരുന്ന ആ പഴം തിന്നുകൊണ്ടിരുന്ന എടി കൊച്ച. വേറൊരു കാര്യമുണ്ട്, കിളിഞ്ഞാവൽ നിറച്ച് ഞാവല ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ പഴുത്തത് ഞാൻ പറഞ്ഞ് തിന്നട്ടെ, ചമർപ്പിന്റെ 6 ചമർപ്പാ കൊലകുത്തി കിടപ്പുണ്ടായില്ല. പഴുത്ത് തുടങ്ങണേ ഉള്ളൂ. പിടിക്കാം, ചൈനീസ് ഓറഞ്ച് പിടിക്കാൻ പോകുമ്പോൾ പിടിക്കാം. ഞാൻ അവിടെ തെളിച്ചിട്ടുണ്ട്. അത് നിറച്ചും അത് കൊലകുത്തി ഉണ്ടായി കഴിയുമ്പോൾ ഞാവലങ്ങ് വളയും വെയിറ്റ് കൊണ്ട്. എന്നിട്ട് ഇനി ഇത് പഴുത്ത് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ക്ലീൻ ആവും. അത് ശരിയാ, പഴുത്ത് കഴിഞ്ഞാൽ ഒന്നും ഇരിക്കില്ല. പെട്ടെന്ന് അത് ഇവർക്ക് അറിയാം എങ്ങനെ. അതിനൊരു ചവർപ്പ് കിളികൾക്ക് ഇഷ്ടാന്നാ പറയണ. എന്താണോ അതുകൊണ്ടാണല്ലോ കിളിഞ്ഞാവല്. നീ അത് മേടിച്ച് നട്ടപ്പോ ആ പുള്ളി അതിന്റെ തൈ ചോദിച്ചപ്പോ എന്റെ മുഖഭാവം ഞാൻ ഇപ്പോഴും ഓർക്കണ്ട. നഴ്സറിക്കാരന്റെ ഇത് വേണോ കൊച്ചെന്നും ചോദിച്ചു. ഞാൻ ഇതിന്റെ തൈ ഉണ്ടോന്ന് ചോദിച്ചു. അന്നേരം ആ ചേട്ടൻ ചോദിച്ചേ ഇതെന്തിനാ ഇത്. ഞാൻ പറഞ്ഞു കിളികൾക്ക് തിന്നാൻ വേണ്ടിട്ട്. ഞാൻ ഓർക്കണ്ട് പുള്ളിയുടെ മുഖഭാവം. മണ്ണുത്തിന്ന് വന്ന ആളാട്ടോ. ഇതിലെ ഞങ്ങളുടെ വഴിയിൽ സീസൺ ആകുമ്പോൾ പുള്ളി വളവും വിത്തുകളും തൈകളും ഒക്കെ ആയിട്ട് ഓർഡർ എടുക്കാനായിട്ട് വരും. വളവും കൊണ്ടുവരും. വളം നമ്മൾ മേടിക്കാറില്ല, ചാണകപ്പൊടി മേടിക്കണോണ്ടാ. അപ്പൊ പടം കിട്ടിയില്ലോ, കൊച്ചി അധികം എടുത്താ അത് പോവും. അതുകൊണ്ടാണ് ഞങ്ങൾ പതുക്കെ പറഞ്ഞത്. പക്ഷെ ഇതങ്ങനെ പോണോ? അല്ലെങ്കിൽ ക്യാമറ ഇങ്ങനെ കാണിക്കുമ്പോ തന്നെ ആ കിളി പറന്നു പോകേണ്ടതാ. രാവിലെ 10:30 ഉച്ചത്തേക്ക് ഒരു ചാറുകറി വെക്കണം. കിളികള് അത് അണ്ണാൻ കിളികളെല്ലാം ചില തുടങ്ങി. സമൃദ്ധിയായിട്ടുണ്ട്. വർക്ക് ഏരിയയുടെ ഒരപ്പരയുടെ ആ മോളില് പ്ലാവേല് കൂട് കൂട്ടിയിട്ടുണ്ട്. കുറെ കൂടെന്ന് പറഞ്ഞാൽ രാത്രിയാകുമ്പേ അല്ലാതെ കൂടുന്നില്ല. ഭയങ്കര ഇതേ അതിലേ ഇതേ നടപ്പുണ്ട്. ഉപ്പനാന്ന് തോന്നുന്നു നടക്കണത്. എന്തൊക്കെയോ നടപ്പുണ്ട്. ചെമ്പോത്ത് എന്നതൊക്കെയാ ഉപ്പൻ ഇഷ്ടം പോലെ മരങ്ങള് ധാരാളം. പുള്ളിക്കുറവനാണെങ്കിൽ അപ്പൊ ഒരു ചാറുകറി വെക്കാൻ പരിപാടിയാ. അപ്പൊ എനിക്കിപ്പോ കുമ്പളങ്ങ കിട്ടിയപ്പോ ഏതായാലും ഒന്ന് ചെയ്യാന്ന് കരുതി ചെമ്മീനും കിട്ടി. അതായത് കുമ്പളങ്ങ എൻ്റെ വീട്ടിൽ നിന്ന് അവര് വന്നപ്പോൾ ഇന്നാൾ കൊണ്ടുവന്ന ഒരു കുമ്പളങ്ങയുടെ ഫുള്ളായിട്ടുള്ള പടം ഞാൻ അപ്പനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് അതിന്റെ പോർഷൻ എടുത്തിട്ടുണ്ട്. കുറച്ച് പോർഷൻ ഞാൻ വേറൊരു സംഗതി ചെയ്തു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കറി തന്നെ വെച്ചത്, മോരുകറി വെച്ചത്. അപ്പൊ നമുക്കൊന്ന് കാണിക്കാം. കൂട്ടുകറിയായിട്ട് വെക്കാൻ എപ്പോഴും ചെമ്മീൻ മേടിക്കുമ്പോൾ എനിക്ക് താല്പര്യം മീഡിയം സൈസ് അല്ലെങ്കിൽ ചെറിയ ചെമ്മീൻ. അതായത് കോവയ്ക്കയും ചെമ്മീനും പാവയ്ക്കയും ചെമ്മീനും മാങ്ങാത്തിലി ചെമ്മീൻ മാങ്ങ പിന്നെ ചെമ്മീൻ ഇട്ടുള്ള അങ്ങനെയുള്ള കൂട്ട് ചാറുകറി ഉലർത്തുകറി ഒക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്കിഷ്ടം, എൻ്റെ ഇഷ്ടം പറഞ്ഞതാണ്, മീഡിയം അല്ലെങ്കിൽ ചെറിയ തരം ചെമ്മീനാണ് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നിയേക്കണേ. ചെമ്മീനും തേങ്ങാക്കത്തും ഉലർത്തുമ്പോഴും എനിക്ക് കൂടുതൽ താല്പര്യം അതാ. പക്ഷേ കുറേ ദിവസമായിട്ട് മാർക്കറ്റിൽ നോക്കുമ്പോൾ എല്ലാം മുഴുത്ത ചെമ്മീനായിരുന്നു. ഇന്നലെ ചെന്നപ്പോൾ അപ്പോൾ പറഞ്ഞു ഉള്ളതിൽ ചെറുത് നോക്കി എടുത്തിട്ടുണ്ട്. ഇനി നോക്കിയിരുന്ന കുമ്പളങ്ങ, നീ എപ്പോഴും പറയൂലേ കുമ്പളങ്ങ ചാറ് വെക്കണമെന്ന്, എന്നാൽ അത് മേടിച്ചുകൊണ്ട് വന്നതാണെന്നും പറഞ്ഞ് ഒരു പോഷൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പകുതി ഭാഗമാട്ടോ എടുത്തോളും, കാരണം അതനുസരിച്ച് കുമ്പളങ്ങ എടുക്കണോളൂ. അപ്പം ഞാൻ അതിൽ വെള്ളം ഒഴിച്ച് വെച്ച് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി ഉരുക്കി വെച്ചിരിക്കുന്ന വാളംപുളിയല്ല മീൻപുളി, കൊടംപുളിയുടെ സിറപ്പും കൂടെ ഒഴിച്ച് വെച്ച് നമുക്കിതൊന്ന് വാട്ടണം. ആദ്യം വാട്ടി വെച്ച് കുമ്പളങ്ങ അതിലേക്ക് ഇടാം. എന്നിട്ട് അതിലേക്ക് മൊത്തം കുമ്പളങ്ങയും കുമ്പളങ്ങയ്ക്ക് വേവ് അധികമില്ലല്ലോ, ചെമ്മീത്തിനും വേവില്ല, അത് നിങ്ങൾക്ക് അറിയാലോ. എന്നിട്ട് വെന്ത് കഴിഞ്ഞിട്ട് അരപ്പ് ചേർക്കാം. പണ്ട് മീനും കുമ്പളങ്ങയും വെച്ചിട്ടുണ്ട്. ചാളയും കുമ്പളങ്ങയാണ് അല്ലേ? ചെമ്മീനും കുമ്പളങ്ങയും ഉണ്ടോന്ന് ഞാൻ വെച്ചിട്ടില്ല അല്ലേ? ചാളയും കുമ്പളങ്ങയാ വെച്ചേക്കണേ. അപ്പൊ അതേ ഒന്ന് നോക്കട്ടെ കേട്ടോ. പുളി കുപ്പിയിൽ കഴിഞ്ഞിട്ടേ കുറച്ച് ബാക്കിയുള്ളത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വെച്ചാ. ഹോ ഡമ്മോ, മമ്മിയുടെ പുളിയാ, ഭയങ്കര പുളിയാ, അതിന് നല്ല പുളിയാട്ടോ. ചേട്ടന്റെ വീട്ടിൽ നിന്ന് ചേച്ചി ചേരിയിലിട്ട് ഉണക്കി എനിക്ക് വൃത്തിയാക്കി തന്നതാ. ഞാനൊന്നും അറിയണില്ല. അവിടെ പുളിമരം ഉണ്ട്, അത് വൃത്തിയാക്കി ഉണക്കി നീറ്റാക്കി കവറിലപ്പടേ കൊടുത്തു വിടണതാ. അപ്പൊ നമുക്ക് ഒഴിക്കാം. നല്ല നാടൻ പുളി ഇത് മതിയാവും. വേണമെങ്കിൽ പിന്നെ ചേർത്താൽ മതിയല്ലോ. ഉപ്പും സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വാടി വരുമ്പോൾ ഞാൻ കുമ്പളങ്ങ അരിഞ്ഞു വെച്ചു, കാരണം അല്ലെങ്കിൽ പിന്നെ ഒത്തിരി ഡിലേ വരൂലേ. കാണിച്ചു തരാം, കുമ്പളങ്ങ കാണിച്ചു തരാം. കുറച്ച് പോർഷൻ എടുത്തോളൂ. കുറച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട്, കുറച്ച് കറക്കി എടുത്തു. അപ്പം അടയ്ക്കട്ടെ, പിന്നെ എടുത്തോണ്ട് വരാം. ഇത് ഇത്രയും കുമ്പളങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വെള്ളത്തിലുണ്ട്. വെള്ളം ഞാൻ മാറ്റി വെച്ച് നമുക്ക് അടുപ്പിലേക്ക് ഇട്ടാൽ മതി. ഇത് 2-3 കായും കിടപ്പുണ്ടായില്ല. വേപ്പിലയുടെ ആട്ടി കിടക്കണം, വേറെ ഒന്നും വേസ്റ്റ് അല്ല കേട്ടോ. അപ്പം നമുക്ക് ഇത് തിളച്ച് കഴിഞ്ഞാൽ കുമ്പളങ്ങ അതിലേക്ക് ചേർക്കാം കേട്ടോ.
ഇതില്ലേ പണ്ടൊരു പ്രാവശ്യം പറൂരി എന്നപ്പോ സാജു ചാച്ചൻ വെച്ചത് അവിടെ ഉണ്ടായിരുന്നു. ചെമ്മീനും കുമ്പളങ്ങ ഞങ്ങളുടെ തേങ്ങ അരച്ച് നല്ല കറിയായിരുന്നത്, നല്ല രുചി. എന്നിട്ടില്ലേ പരന്നൊരു മൺചട്ടിയിലാട്ടോ അവിടെ വെച്ചേക്കണേ. എന്നിട്ട് എങ്ങനെയാന്നറിയാം മൂടിയേക്കണേ, വാഴയിലയും കൊണ്ട്. നല്ല രുചിയാ. അപ്പൊ സായിച്ചാച്ചൻ പറഞ്ഞ എങ്ങനെയാന്ന് വെച്ചാൽ വാഴയിലയുടെ ഇത് അതിലേക്ക് ഇറങ്ങൂന്ന് മൂടി, അതിൽ മൂടിപ്പൊത്തി വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. എന്നോട് ഒരു പ്രാവശ്യം ഉണ്ടാക്കാനൊക്കെ പറഞ്ഞു, കുറെ കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ എങ്ങനെയാ കഴിക്കണത്? ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അവിടെ ഞാൻ ഈ കറി പണ്ട് കണ്ടത്. വളരെ വളരെ കൊച്ചമ്മച്ചിയൊക്കെ ഉള്ളപ്പോഴാ, വർഷങ്ങൾ മുമ്പാ കണ്ട. പരന്ന മീൻചട്ടിയിലാ പുള്ളി വെച്ചേക്കണത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നോക്കട്ടെ ഇത് മതിയോന്ന് കഷ്ണം. ഇത്തിരി കഷ്ണമായ ഇവിടെ എങ്ങനെയാ കൂട്ടലെന്നൊന്നും അറിയില്ല. ചെമ്മീത്തിന് പാകം മതി. ഇത് മതി. ഇതെടുത്ത് വെക്കാൻ ഡപ്പയിൽ വേറെ എന്തെങ്കിലും കറിക്ക് എടുക്കാൻ. ഈ എൻ്റെ അമ്മച്ചി കോട്ടപ്പടിയിലേക്ക് ഒരു കറിയുണ്ട് കുമ്പളങ്ങ കണ്ട. എങ്ങനെയാന്ന് വെച്ചാൽ വാളംപുളി പിഴിഞ്ഞേച്ച് തേങ്ങ വറുത്തെടുക്കൂല, വാട്ടി അരച്ച് കുമ്പളങ്ങ വാളംപുളി പിഴിഞ്ഞൊരു ചാറ് കറി. തെറ്റില്ല എന്നുള്ളു. പാഴൂരി ചാച്ചൻ എപ്പോഴും പറയുമായിരുന്നു, പാഴൂരെ ചാച്ചൻ പറയുമായിരുന്നു, ചേടത്തിയാരുടെ കുമ്പളങ്ങ തേങ്ങ വാട്ടി അരച്ച കറി നല്ലതാന്ന്. ഒരു ചാറുകറിയെന്നേ ഉള്ളൂ, അല്ലാണ്ട് അത്ര വലിയ പ്രത്യേകത ഒന്നും. ചിലപ്പോൾ വ്യൂവേഴ്സിൽ പലരുടെ വീട്ടിലും അത് ഉണ്ടാക്കണ്ടായിരിക്കും. അതായത് പച്ചത്തേങ്ങയല്ല, അതിന് പകരം ഒന്ന് ചൂടാക്കി വെച്ച് ലൈറ്റ് കളർ ചേഞ്ച് വരുമ്പോൾ അത് അരച്ചേച്ച് ഉള്ളിയും ഒക്കെ ചേർത്ത് അത് അരച്ചേച്ച് വാളംപുളിയും പിഴിഞ്ഞൊഴിക്കും, ചാറായിട്ട് വെക്കണത്, ഒഴിച്ചുകറിയായിട്ട്. അപ്പം അങ്ങനെ ഒരു കറി ഉണ്ടായിരുന്നു, കോട്ടപ്പടിയിലുള്ള കറി. അത് മൂടി വെക്കട്ടെ? മൂടി വെച്ചോ. എന്നിട്ട് പിന്നെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് അരപ്പിടുമ്പോൾ കാണിക്കാം കേട്ടോ. ഓക്കെ, എല്ലാവരും ഒക്കെ രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞിട്ട് ഉച്ചത്തേക്കുള്ള തിരക്കിലായിരിക്കും. നിങ്ങളിത് കാണുന്നത് ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും, ഞങ്ങൾ വെക്കണത് 10:30 ഉച്ചത്തേക്കുള്ള കറി. അതെ, കറിയാക്കാനായി. ഇത് കോരി ഒരു ബൗളിൽ എടുത്ത് വെച്ചേക്കാം. വേറെ മോരുകറിക്ക് എന്തെങ്കിലും എടുക്കാം അല്ലേ? ഓക്കെ. ഇപ്പം കുമ്പളങ്ങയും ചെമ്മീനും നമ്മൾ ഇച്ചിരി മഞ്ഞപ്പൊടി, ഇച്ചിരി ഉപ്പ്, ആവശ്യത്തിന് പുളി നിങ്ങൾ കണ്ടല്ലോ, അതൊക്കെ ഇട്ട് വേവിച്ചതാണ്. ഒരു സ്വല്പം എരിവും മുളക് പൊടിയും കൂടെ ചേർത്തായിരുന്നത്, നിങ്ങളെ കാണിച്ചില്ല കേട്ടോ, അതുകൊണ്ടാണ് ആ കളർ അങ്ങനെ വന്നേക്കണേ. പിന്നെ തേങ്ങയിൽ ചേർത്തേക്കണ തേങ്ങ, ചുമന്നുള്ളി, എരിവും മുളക് പൊടി, ഒരു പൊടിക്ക് മഞ്ഞപ്പൊടി, അതേ ഇട്ടിട്ടില്ല, കാരണം ഇതിൽ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞ കളർ കൂടുതൽ വേണമെന്നുള്ളവർക്ക് അത് അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിതിലേക്ക് ചേർത്തേച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ചാറ് ആവശ്യത്തിനാക്കിയെടുക്കാം കേട്ടോ. അരപ്പ് ഇതിൽ വെള്ളം അങ്ങ് ഒഴിച്ചേച്ച് ശരിയാക്കി എടുക്കാം. ഇതിരുന്ന് കുറുകൂട്ടോ, ചെമ്മീത്തിൻ്റെ ഇതായതുകൊണ്ട് ഇരുന്ന് കുറുവും. കുറച്ച് നേർപ്പിച്ചെടുക്കണം. ഇരുന്ന് കുറുകണ അറിയാം. ഇരുന്ന് കുറുകണ കഴിയും, ചെമ്മീനല്ലേ. ഉപ്പൊക്കെ നോക്കണം. ഇച്ചിരി വെള്ളം കൂടെ ചേർക്കാം കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് കട്ടയാവൂരുന്നു. ഇതിന് പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് വരാം, ഒരു പൊടിക്കുക. എന്നിട്ട് നമുക്ക് തിളച്ച് കഴിയുമ്പോൾ വാങ്ങി കടുക് പൊട്ടിക്കാം. ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നത് കൊണ്ട് ഇച്ചിരി പൊടിയപ്പം അങ്ങ് ചേർത്തു കേട്ടോ. ഉപ്പിട്ടാണ് നമ്മൾ വേവിച്ചത്, പക്ഷേ ഇച്ചിരി കുറവുണ്ടായിരുന്നു. പിന്നെ ഒരു പൊടിക്ക് വെള്ളം കൂടെ ചേർത്താക്കാം. പൊടിക്ക് മതി. ഞാൻ പറഞ്ഞില്ല ഇരുന്ന് കുറുകണോണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ കുറുകണില്ലെങ്കിൽ ഈ പാകത്തിന് വാങ്ങാൻ, പക്ഷേ ഇരുന്ന് കട്ടയാവും. മതി. കടുക് പൊട്ടിക്കൂലേ? പിന്നെ കടുക് പൊട്ടി, ചാറുകറിക്കൊക്കെ കടുക് പൊട്ടിക്കൂലേ. ഇനിയിപ്പോൾ വറ്റൽമുളക് മേടിക്കാൻ പറയണം. ഇരിക്കുന്നത് തീർന്നു തോന്നുന്നു, 1-2 ഇതിൽ കിടപ്പുള്ള. സാധാരണ നോൺ വെജിന് അങ്ങനെ കടുക് പൊട്ടിച്ച് കണ്ടിട്ടില്ല. ചെമ്മീനും മാങ്ങയെ കടുക് പൊട്ടിക്കും, ചാറുകറിക്ക് കടുക് പൊട്ടിക്കും. മീൻകറിക്ക് നമ്മൾ എണ്ണ മൂത്തോന്നറിയാൻ വേണ്ടി ഒരു 2 തരി കടുകും 2 തരി ഉലുവയും വെളിച്ചെണ്ണയിലിടും. എന്നിട്ട് അത് കഴിഞ്ഞ് അരപ്പ് ചേർക്കണം വഴറ്റാനായിട്ട്. നോക്കട്ടെ കേട്ടോ. നല്ലതാ, നല്ല കറിയാ. ഇനി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം. എന്നിട്ട് കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ കറി റെഡിയായി. അപ്പോൾ ഒരു തോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിന്റെ ഫേവറേറ്റ്. അപ്പയുടെ പാവയ്ക്ക തൂങ്ങിക്കിടക്കണത് 2 ചെറുതാണ്, 2 പറിച്ചുകൊണ്ട് വന്ന് വെച്ച് തോരനുണ്ടാക്കി. അതിവിടെ ഇരിപ്പുണ്ട്, രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് മാറ്റി വെച്ച സ്പേസ് കുറവായതുകൊണ്ട്. പിന്നെ ഇതുകൊണ്ട് വേറൊരു ഉലർത്തുമുണ്ട്, അത് സസ്പെൻസിലിരിക്കട്ടെ. ചെമ്മീൻ്റെ തന്നെ ഒരു ഉലർത്ത്, അപ്പം പിടികിട്ടി കാണും എന്നാന്നുള്ളത്. അപ്പോൾ ആ 3 കറിയാണ്. സത്യം പറഞ്ഞാൽ പരവ വറക്കാനായിട്ട് ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ. 3-4 എണ്ണ ഇരിപ്പുണ്ട്. ഇത്തവണ മാർക്കറ്റിൽ ചെന്നപ്പോൾ മുഴുത്ത പരവയായിരുന്നു. അപ്പം ഉള്ളതിൽ ചെറുത് നോക്കി വറക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു ഇപ്പോൾ ഇത്രയും കറി ഉള്ളത് കൊണ്ട് ഇനി വൈകിട്ടത്തേക്ക് അത് വെട്ടി വറക്കാനെടുക്കാമെന്ന്. പരവ മാത്രം നമുക്കങ്ങനെ വെട്ടി കിട്ടാറില്ല. പരവ, വേളൂരി, കൊഴുവ, ചെമ്മീൻ, നന്ദൻ, ഇങ്ങനെയുള്ള ചെറുമീനുകളൊന്നും കൂടെ വെട്ടി കിട്ടൂല കേട്ടോ. ഇവിടെ
മുഴുത്ത മീനുകളല്ല. നിങ്ങൾ പലരും മുഴുത്ത മീൻ കൊണ്ടുവരുമ്പോൾ ഫുള്ള് കാണിക്കാവോ എന്ന് ചോദിക്കാറുണ്ട്. അത് ഈ വെട്ടി കൊണ്ടുപോകുന്നതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്ത. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവർ രണ്ടുപേരും കൂടെ ഫിഷ് മാർക്കറ്റിൽ പോകുമ്പോൾ ഇവളതിൻ്റെ പടം എടുത്ത് വീഡിയോയിൽ ഡിസ്പ്ലേ ചെയ്യാറുണ്ട്, അന്നേരമുള്ള മീനുകളുടെ അല്ലേ. മുഴുത്ത മീനൊക്കെ ക്ലീൻ ചെയ്ത് സ്ലൈസ് ചെയ്ത് തന്നെ കൊണ്ടുപോകാൻ. കരിമീൻ മാത്രം ചുരുക്കമായിട്ട് മേടിക്കാറുണ്ട്, സീസൺ വരുമ്പോൾ മേടിക്കും. അങ്ങനെ മേടിക്കുമ്പോൾ അത് ചെത്തി മേടിച്ചുകൊണ്ട് വരും, കട്ട് ചെയ്യിക്കാറില്ല. ഞാൻ പറയും കട്ട് ചെയ്ത് കൊണ്ടുവരണ്ട, ഞാൻ കട്ട് ചെയ്തോളാം. അപ്പം അങ്ങനെയാണ് നമ്മുടെ പരിപാടികൾ. പിന്നെ ബീഫ് എപ്പോഴും മേടിക്കുമ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ 2 കിലോ മാക്സിമം നമ്മൾ ബീഫ് എടുക്കാറുള്ളൂ. 1-1.5 2 കിലോ, അതിൽ കൂടുതൽ മേടിക്കാറില്ല. മറ്റാവശ്യങ്ങളൊക്കെ വരുമ്പോൾ പാഴ്സലായിട്ട് കറി സംഗതികൾ വരുത്തുമല്ലേ പതിവ്, എന്തെങ്കിലുമൊക്കെ ഗെറ്റ് ടുഗദർ വരുമ്പോൾ. അപ്പം ഞാൻ ബീഫ് ഞാൻ തന്നെ നുറുക്കിയെടുക്കുക ഇപ്പം ചെയ്യണത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ നുറുക്കി മേടിക്കേണ്ടി വരുമായിരിക്കും. എനിക്ക് അവർ നുറുക്കി കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ വറങ്ങി തടിയൽ വെച്ച് നുറുക്കും. എന്നിട്ട് എന്നാന്ന് വെച്ചാൽ അതിങ്ങനെ മാല പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത് പിന്നെ വിടിയിച്ചൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഞാനിവിടെ പറയും വറങ്ങി കൊണ്ടുവരണ്ട കേട്ടോ, ഞാൻ പതുക്കെ ഇരുന്ന് നുറുക്കിയെടുത്തോളാന്ന്. പിന്നെ ഒരു 5-6 മാസം കൂടി എനിക്കും കാലിന് ചെറിയ വേദനയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് 1 മാസത്തോളമായി ഏതാണ്ട് കുറഞ്ഞു തുടങ്ങി കേട്ടോ. അപ്പം എനിക്ക് സഹായിക്കാൻ തന്നെ ആ പുള്ളിക്കാരത്തിക്ക് സുഖമില്ലായിരുന്നു. ആ പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡ് മേലാതെ ഇരുന്ന് മരിച്ചൊക്കെ പോയി, കുഞ്ഞോക്കടെ ഹസ്ബൻഡ്. അപ്പോൾ പുള്ളിക്കാരത്തി അത് കഴിഞ്ഞ് 40 ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഇന്നലെ മുതൽ വന്നു തുടങ്ങി. കുറച്ച് നാളായിട്ട് വന്നില്ലായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ. അപ്പം അതിനും വയ്യ, മാനസികമായിട്ടുമൊക്കെ. നമ്മുടെ പാർട്ട്ണർ പോയി കഴിയുമ്പോൾ അവർക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവില്ല. അപ്പം പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ചേച്ചി വന്ന് ചെയ്യാൻ പറ്റണത് ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അടുത്ത ആഴ്ചയിൽ 2 ദിവസം വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗകര്യം പോലെ സമയമൊന്നും നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. പുള്ളിക്കാരി ഒരു ഡൗൺ ആയിട്ടിരിക്കുക. അത് പിന്നെ അങ്ങനെയാണല്ലോ, അത് ആർക്കും അങ്ങനെയല്ലേ. കാര്യം സുഖമില്ലാതൊക്കെ ഇരുന്ന് വേർപെട്ട് പോയതാണെങ്കിലും കുറേ നേരമൊക്കെ ഇരുന്ന് വൈകുന്നേരം പിന്നെ ഇന്നലെ പോയത്. പിന്നെ നമുക്കിതിൽ കടുക് വറക്കാം. കടുക് 2 തരി ഉലുവ ഇട്ടിട്ടുണ്ട്, ചെമ്മീനൊക്കെ കിടക്കണം കേട്ടോ. പിന്നെ ചുവന്നുള്ളി, വേപ്പില, കടുക് പൊട്ടിച്ച് അതിലേക്കിടാം. കറി റെഡി. മണി 11. ഉച്ചത്തേക്ക് ചാറുകറി റെഡി. രാവിലെ തോരൻ റെഡിയാക്കി, 2 ഉണ്ണിങ്ങ പാവയ്ക്കാം. പിന്നെ അതിവിടെ കൊണ്ടേ വെക്കാം. ഞാൻ ഇവിടെ പറഞ്ഞില്ലേ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കാണിക്കാൻ വേണമെങ്കിൽ. പിന്നെ ഇന്നത്തെ കറി കാണിക്കണമെങ്കിൽ മറ്റേ കറി ചൂടാക്കണം. ഇപ്പം തോരൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചേക്കാം. ദേ ചേർക്കുക. ഞാൻ അങ്ങോട്ട് വെക്കാം. ഇളക്കി കഴിഞ്ഞാൽ പിന്നെ പറ്റൂല കേട്ടോ അങ്ങനെ. ചെമ്മീനും കുമ്പളങ്ങയും കൂടെ പച്ചത്തേങ്ങ അരച്ചിട്ടുള്ള ചാറുകറി. അപ്പൊ അതാണ് ഇന്നത്തെ കറി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. രുചിച്ച് നോക്കിയിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ പറൂരി എന്ന ഞാൻ ഇത് ആദ്യമായിട്ട് കഴിച്ചത്. അപ്പൊ ഇനി നമുക്ക് വേണമെങ്കിൽ ഇളക്കാം. ഇളക്കിക്കോട്ടെ. പിന്നെന്താ, ഇളക്കി ചെമ്മീൻ കോരി കാണിക്കാം. ഇളക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പരുവം കിട്ടൂല. അത് ഞാൻ എപ്പോഴും ഒരു പറഞ്ഞ ഡയലോഗല്ലേ. നമുക്ക് മഞ്ഞക്കറികൾ അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടേക്കണേ. കൂടുതൽ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇടാം. അത് സ്പൈസി ആക്കണമെന്നുള്ളവർക്ക് അതനുസരിച്ച് മുളകും എരിവും ഒക്കെ എരിവും മഞ്ഞളും ഒക്കെ ചേർക്കാട്ടോ. അതെ, ഇന്നുണ്ടാക്കിയ ഒഴിച്ചുകറി. അതെ, ഇവനൊരു കേമൻ കറിയാ. കാണാൻ വലിയ ലുക്കൊന്നും ഇല്ല, കാണാനില്ല. പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, ഇച്ചിരിയുടെ സ്പൈസി ആവണമെങ്കിൽ എരിവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ കൂടുതൽ ചേർത്ത ഇച്ചിരിയുടെ സ്പൈസി ആയിട്ടിരിക്കും. ഞങ്ങൾക്കത് വേണ്ടാത്തത് കൊണ്ടാണ്. മുങ്ങി തപ്പമൊന്നും വേണ്ട, ചെമ്മീൻ യഥേഷ്ടമുണ്ട് കേട്ടോ. ഈ ചെമ്മീൻ തന്നെ മീതെ വെച്ചേക്കണം. അതെ, ഒഴിക്കട്ടെ. ഒഴിച്ചോ. ചെമ്മീൻ പിറക്കി നോക്കിയതാ. നല്ല സൂപ്പർ കറിയാ. നല്ല ടേസ്റ്റ്. അതിന് നല്ല കറിയാ, ഒരു രക്ഷയില്ലാത്ത കറിയാ. മതിയാ. ചോറ് ഇച്ചിരിയല്ലേ ഉള്ളു അല്ലേ. അന്ന് എനിക്ക് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ നല്ല ഉത്സാഹമായിരുന്നു. കാരണം ഒരു പുതിയ കറി ആദ്യമായിട്ട് വെക്കുമ്പോൾ നമുക്ക് നല്ല ഉത്സാഹമായിരിക്കുമല്ലോ. പ്രത്യേകിച്ച് അത് നല്ല രുചിയുള്ളതാകുമ്പോൾ എനിക്കിത് നല്ല ഇഷ്ടമായി. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ചെമ്മീനും കുമ്പളങ്ങയും നന്നായിട്ട് ഞാൻ എൻജോയ് തന്നെ കഴിച്ചു. വേറെ കറികളൊന്നും അടുത്തൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇവനുള്ളതുകൊണ്ട് ഇവൻ തന്നെയായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടത് കേട്ടോ. ചാളയും കുമ്പളങ്ങയൊക്കെ വെച്ചിട്ടുണ്ടോ? അതിഷ്ടമാണോ നിങ്ങൾക്ക്? പണ്ട് നമ്മൾ പുറത്ത് അടുപ്പൊക്കെ കൂട്ടി ചാളയും കുമ്പളങ്ങയും വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു വെറൈറ്റി ടേസ്റ്റായിരുന്നു കേട്ടോ.
ഇതും അതുപോലെ തന്നെ ചെമ്മീനും കുമ്പളങ്ങയും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കറി കഴിക്കണത്. പക്ഷേ ഇത്രയും നല്ലതായിരിക്കും എന്ന് വിചാരിച്ചില്ല. നന്നായിട്ട് എൻജോയ് തന്നെയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ലഞ്ച് ടൈം.